ഹലോ സുസാമൻ, ഗുട്ടൻ ടാഗ്. വെൽക്കം ടു ജിനൂസ് അക്കാഡമീസ് ജർമ്മൻ ക്ലാസ്. നമുക്ക് ജർമ്മൻ ഏവൻ പഠിച്ചു തുടങ്ങിയാലോ? വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. സോ ഡോയ്ഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ജർമ്മൻ ലാംഗ്വേജിന് ജർമ്മനിയിൽ പറയുന്നതാണ് ഡോയ്ഷ്. ശരിക്കും ഇംഗ്ലീഷിലാണ് ജർമ്മൻ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ജർമ്മൻ ലാംഗ്വേജ് എന്ന്. ശരിക്കും അതിന് ജർമ്മനിയിൽ പറയുന്നത് ഡോയ്ഷ് എന്നാണ്. അതുപോലെ തന്നെ ജർമ്മനിയെ പറയുന്നത് ഡോയ്ഷ് ലാൻഡ് എന്നും. ഓക്കെ, ഡോയ്ഷ് ലാൻഡ്. സോ നമുക്ക് ഡോയ്ഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇത്രയും രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്: ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ബെൽജിയം, ഓസ്ട്രിയ ആൻഡ് ലുക്സംബർഗ്. സോ ഇത്രയും രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണമെങ്കിലോ പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ സർവൈവ് ചെയ്യണമെങ്കിലോ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അതുപോലെ ജർമ്മൻ ലാംഗ്വേജ് ലെവൽസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 6: A1, A2, B1, B2, C1, C2. സോ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് ആണ്. സോ നമുക്ക് ജർമ്മൻ ആൽഫബറ്റ്സ് നോക്കാം. A1 ഫസ്റ്റ് ടോപ്പിക്കാണ് ജർമ്മൻ ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സ് ശരിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇംഗ്ലീഷ് പോലെ തന്നെയാണ് വരുന്നത്, പക്ഷേ ഇതിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. സോ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. സോ A, B, C, D, E, F, G, H, G, J, K, L, M, N, O, P, Q, R, S, A, O, F, V, X. I will repeat once more. A, B, C, D, A, F, G, H, E, J, K, L, M, N, O, P, Q. I repeat, Q, R, S, T, U, V. I repeat, V, V, X. I repeat, X. സോ വൈക്ക് ഇപ്സിലോൺ, ഒപ്സിലോൺ. അതുപോലെ ഇസഡിന് സെറ്റ്. ഐ റിപ്പീറ്റ്, സെറ്റ്. പിന്നെ ഇത് കൂടാതെ തന്നെ ആ ഉംലൗട്ട്, ഉ ഉംലൗട്ട്, ഓ ഉംലൗട്ട് വരുന്നുണ്ട്. സോ ആ ഉംലൗട്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ AN തന്നെയാണ്. സോ ഇത് മൂന്നും ഇംഗ്ലീഷിൽ കറക്റ്റ് എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. AUO. അതുപോലെ തന്നെ നമ്മൾ ഒരു ഭാഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവിഭാജ്യമായിട്ടുള്ള വേറെ ഘടകമാണ് നമ്പേഴ്സ്. സോ നമുക്ക് 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് നോക്കാം. 1 to 20. ഓക്കെ, സോ 0, 0, 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10. സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 0, 0, 1, 1, 1, 2, 2, 2, 3, 3, 3, 4, 4, 4, 5, 5, 5, 5, 6, 6, 6, 6, 7, 7, 7, 7, 8, 8, 8, 8, 9, 9, 9, 9, 10, 10, 11, 11, 11, 11, 12, 12, 13, dry saying, 13, dry saying, 14, fear saying, 14, fear saying, 15, fun saying, 15, fun saying, 16, sex saying, 16, sex saying, 17, sip saying. ശ്രദ്ധിക്കുക, ഇവിടെ സിബൻ എന്ന് വരുന്നില്ല, സിപ്പ് saying. 18, up saying,
18 ഒക്സെയിൻ, 19 നോയിൻസെയിൻ. 20ക്ക് പറയുന്നത് സ്വാൻസിഷ്, 20 സ്വാൻ സ്വിഷ്. സോ 20ക്ക് സ്വാൻസിഷ് എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് 20 കഴിഞ്ഞിട്ട് ഒരു കോമൺ പാറ്റേണിലാണ് ശരിക്കും പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ 22-ന് എന്താ പറയുന്നത്? സ്വൈ ഉണ്ട് സ്വാൻസിഷ്. അപ്പോൾ സ്വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, സ്വാൻസിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. സോ സ്വൈ ഉണ്ട് സ്വാൻസിഷ്. സോ ഒരു പാറ്റേൺ ഫോളോ ചെയ്താണ് ഇത് പോകുന്നത്. അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇനി ഒരു 3 ഡിജിറ്റ് നമ്പർ, ഇപ്പം 222, അതിന് നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. സ്വൈ 100, സ്വൈ 100, സ്വൈ ഉണ്ട് സ്വാൻസിഷ്. സോ 222 അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 4 ഡിജിറ്റ് നമ്പർ, സോ 2222 നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. 2222, സ്വൈ 1000, സ്വൈ 100, സ്വൈ und സ്വാൻസിഷ്. വൺസ് മോർ, 2222, 42, സ്വൈ 1000, സ്വൈ 100, സ്വൈ und സ്വാൻസിഷ്. ഓക്കെ. സോ ഇനി നമുക്ക് 20 മുതൽ 30 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ. സോ 20ക്ക് എന്താ നമ്മൾ പറയുന്നത്? സ്വാൻസിഷ്. സോ 21 പറയുമ്പോൾ ശരിക്കും 1-ന് എന്താ പറയുന്നത്? ഐൻ. പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ ആൻഡ്, സ്വാൻസിഷ്. സോ 21 ഐൻ und സ്വാൻസിഷ്. അതുപോലെ തന്നെ 22 സ്വൈ, സ്വൈ und സ്വാൻസിഷ്. 23 3-ന് പറയുന്നത് ഡ്രൈ, ഡ്രൈ und സ്വാൻസിഷ്. 24 എന്ന് പറയുമ്പോൾ 24-ന് ഫിയർ und സ്വാൻസിഷ്. 25 ഫുൻഫ് und സ്വാൻസിഷ്. 26 സെക്സ് und സ്വാൻസിഷ്. അതുപോലെ തന്നെ 27 സിബൻ und സ്വാൻസിഷ്. 28 ഓക്ട് und സ്വാൻസിഷ്. 29 നോയൻ und സ്വാൻസിഷ്. 30ക്ക് പറയുന്നത് ഡ്രൈസിഷ്. സോ നമുക്കിനി 30 മുതൽ 40 വരെയുള്ള നമ്പേഴ്സ് നോക്കാം. 30 to 40. ഓക്കെ. സോ 30 ഡ്രൈസിഷ്, 30 ഡ്രൈസിഷ്. സോ ഇത് ഷാർഫേഴ്സ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഡബിൾ എസിനെയാണ്. നമ്മുടെ ബീറ്റ സിമ്പിളാണിത്. ഓക്കെ. 31 ഐൻ und ഡ്രൈസിഷ്. 32 സ്വൈ und ഡ്രൈസിഷ്. ഐ റിപ്പീറ്റ്, 32 സ്വൈ und ഡ്രൈസിഷ്. 33 dry und dreißig. 34 vier und dreißig. 35 fünf und dreißig. 36 sechs und dreißig. 37 sieben und dreißig. 38 acht und dreißig. 39 neun und dreißig. 40 vierzig. സോ 40 മുതൽ 50 വരെയുള്ള സംഖ്യകൾ എങ്ങനെയാണെന്ന് നോക്കാം. 40 vierzig. 41 ഐൻ und vierzig. ഐൻ എന്ന് പറഞ്ഞാൽ 1, ഞാൻ പറഞ്ഞ പോലെ തന്നെ, പിന്നെ und ആൻഡ് vierzig. സോ ഇവിടെ ശരിക്കും വരുന്നത് 1 ആൻഡ് 40 എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ 41, മലയാളത്തിൽ പറഞ്ഞാൽ 41. പക്ഷേ ജർമ്മനിൽ പറയുമ്പോൾ 1 ആൻഡ് 40 അങ്ങനെയാണ് വരുന്നത്. സോ 41 ഐൻ und vierzig. 42 zwei und vierzig. 43 drei und vierzig. 44 vier und vierzig. 45 fünf und vierzig. 46 sechs und vierzig. 47 sieben und vierzig. 48 acht und vierzig. 49 neun und vierzig. 50 50. സോ അതുപോലെ നമുക്ക് ഇനി 10 മുതൽ 100 വരെ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. 10 സെയിൻ, 20 സ്വാൻസിഷ്, 30 ഡ്രൈസിഷ്, 40 ഫിയർസിഷ്, 50 ഫുൻസിഷ്, 60 സെക്സിഷ്, 70 സിപ്സിഷ്, 80 ഓക്സിഷ്, 90 നോൺസിഷ്, 100 ഹുണ്ടർട്ട്, 100 ഹുണ്ടർട്ട്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ചൂസ് Gino's Academy. Fly with your dreams.